ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഒലത്താണ്. അപ്പോൾ മുട്ടയും പീച്ചിങ്ങയും വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒലത്ത് തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ അടുക്കള എല്ലാം രാത്രി കഴുകി ഒക്കെ കമത്തി വെച്ചേക്കുവാണ്. അപ്പോൾ അതേ ഇപ്പം ടൈം ഏകദേശം 4:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മളിതേ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കിച്ചണിൽ. അപ്പം നമ്മുടെ അടുക്കളയിലുണ്ടല്ലോ രാത്രി തന്നെ എല്ലാ പാത്രങ്ങളും തേച്ച് കഴുകി വെച്ച് വൃത്തിയാക്കി തുടച്ച് ഇച്ചിരി ലൈസോളൊക്കെ ഇട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പം എന്തും ചെയ്യാൻ തോന്നും. അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ കിച്ചണിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊന്നും ചെയ്യാൻ തോന്നത്തില്ല. അടുക്കള നീറ്റില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മന്ദഗതിയിലാകും. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. അപ്പത്തിൻ്റെ മാവ് ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അപ്പവും വെള്ളക്കടലയുമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ രാവിലെ കറിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങയും മാങ്ങയും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുമ്പളങ്ങയ്ക്ക് വേണ്ടി താളിച്ചിട്ട ചട്ടിയിലാണ് ഞാൻ ഇന്ന് നമ്മുടെ ഒലത്തുണ്ടാക്കാൻ പോകുന്നത്. അപ്പം രാവിലെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഏകദേശം ഒരു 6:30 മണിയൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പീച്ചിങ്ങയും സവാളയും പച്ചമുളകും ഞാനിപ്പോൾ ഇതിനകത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാനുള്ളത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങയാണ്. അപ്പോൾ ഈ പീച്ചിങ്ങ എല്ലാം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പീച്ചിങ്ങ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ 2 മുട്ട പൊട്ടിച്ചതിനകത്ത് ഒഴിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 മുട്ടയാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഈ 2 മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ മുട്ട വേകുന്ന ഒരു മിനിറ്റ് ടൈം മാത്രം മതി. പിന്നെ ദേ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള പീച്ചിങ്ങ ഒലത്ത് റെഡിയായി.